സാറേ, എന്താ ഇതിന്റെ ഒരു പശ്ചാത്തലം, എന്താ ഇങ്ങനെ ഒരു പരിശോധനയുടെ? നിലവിൽ ബസ്സുകൾ ആയിട്ട് ഒരുപാട് പരാതികൾ നമ്മുടെ വരുന്നുണ്ട്. അപ്പോൾ ആ ബസ്സുകളായിട്ടുള്ള പരാതികളുടെ പുറത്ത് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, അതേപോലെ എക്സൈസും കൂടി കമ്പൈനായിട്ട് ഒരു സംയുക്ത പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് തുറന്നുകൊണ്ടാണ് തീരുമാനം. നമ്മുടെ പോലീസ് കമ്മീഷണറുടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിലിപ്പോൾ നിലവിൽ നമ്മൾ പരാതികളായിട്ട് ഒരുപാട് വന്നിട്ടുള്ള ഇൻഷുറൻസ്, അതുപോലെ തന്നെ ടാക്സ്, പുക പരിശോധനകൾ, അതുപോലെ തന്നെ എയർ ഹോൺ ഉപയോഗം, സ്പീഡ് ഗവർണർ മാറ്റിവെച്ച് ഓടിക്കുക, ഡ്രൈവർക്ക് കണ്ടക്ടർക്ക് ലൈസൻസ് ഇല്ലാതെ വാഹനം ഉപയോഗിക്കുക, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ബസ്സുകളിലുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചെക്കിംഗ് ഒക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ എയർ ഹോണിൻ്റെ ഉപയോഗം. ഇപ്പം നിരന്തരമായിട്ട് നമ്മൾ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഇവർ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ഘടിപ്പിച്ച് ഓടുക എന്നുള്ള പരാതികളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ സ്പീഡ് ഗവർണർ ഊരി വിട്ടിട്ട് ഓടിക്കുക എന്നുള്ള പരാതികളൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ബസ്സുകൾക്കെതിരെ എന്തായാലും നടപടി എടുക്കും. സംയുക്ത പരിശോധന നമുക്ക് നടപടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്തവരെയും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവരുടെ പേരിലൊക്കെ, ഓണറുടെ പേരിലും, വണ്ടിയുടെ ആർസിയുടെ പേരിലൊക്കെ നടപടി ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് എക്സൈസും പോലീസുമായിട്ട് ബന്ധപ്പെട്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുള്ള കേസുകളും ഉണ്ടാവും. ഈ ദീർഘദൂര ബസ്സുകളിലാണോ കൂടുതലായിട്ട് ഈ നിയമലംഘനങ്ങളൊക്കെ കാണുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? നിയമലംഘനങ്ങൾ ബസ്സുകൾക്ക് ദീർഘദൂരമൊന്നും അങ്ങനെയൊന്നുമില്ല. എല്ലാ രീതിയിലുള്ള ബസ്സുകളുണ്ട്. കൂടുതലും ദീർഘദൂര ബസ്സുകളിലാണ് സ്പീഡ് ഗവർണറായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികൾ. എയർ ഹോൺ ഉപയോഗമൊക്കെ കൂടുതലും ഈ ഇങ്ങനെയുള്ള നീണ്ട യാത്ര പോകുന്ന ബസ്സുകളിലാണ് ഉള്ളത്. ഏതായാലും നമുക്കൊപ്പം ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥൻ കൂടി ചേരുകയാണ്. പലപ്പോഴും ഈ പരാതികൾ വരാറുണ്ട്. അത് ഈ ദീർഘദൂര ബസ്സുകളിലൊക്കെ ഉള്ളവർ ലഹരി ഉപയോഗിച്ചിട്ട് ബസ് ഓടിക്കുന്നു, അങ്ങനെയുള്ള പരാതികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ലഹരി വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഇങ്ങനെ പരാതികളും വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ഡ്രൈവ് ഡിക്ലെയർ ചെയ്തൊക്കെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ പരിശോധന. ഇന്നിപ്പോൾ നമ്മൾ നടത്തിയ പരിശോധന എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ ഒന്നുമില്ല. ഇതിപ്പോൾ ആക്ച്വലി ഒരു അവയർനെസ് കൊടുക്കുകയാണ്. നമ്മൾ പരിശോധന കർശനമാക്കി എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്വിക്കായിട്ടുള്ള മുന്നറിയിപ്പില്ലാത്തുള്ള പരിശോധനകളാണ് കൂടുതൽ ഫലപ്രദം. എന്നിരുന്നാലും നമ്മളൊരു അവയർനെസ്സും കൂടി കൊടുക്കുന്നു എന്ന് മാത്രം.